ബിസിനസിന്റെ ഉള്ളില് വളരെ സൈലന്റ് ആയിട്ട് ഒരു ലീക്കേജ് സംഭവിക്കുന്നുണ്ട്. അത് ഏതുപോലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചില ബാത്റൂമിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഓരോ ഡ്രോപ്പ് ആയിരിക്കും, ഒരു ചെറിയ സ്മോൾ ഡ്രോപ്പ് ആയിരിക്കും. പക്ഷെ അതൊരു ബക്കറ്റ് വെച്ചിട്ട് നിങ്ങൾ ഈവനിങ് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബക്കറ്റ് നിറഞ്ഞിട്ടുണ്ടാവും. കാരണം ആ ഡ്രോപ്പ് ഇങ്ങനെ ഉറ്റി ഉറ്റി അതിലേക്ക് വന്ന് അത് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഒരു ഡ്രോപ്പിന് ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടാക്കാൻ എങ്ങനെ കഴിഞ്ഞു? അതുപോലെ തന്നെ നമ്മളൊരു ചില സ്ഥലങ്ങളിൽ പാറകളിലൊക്കെ ഒരു ദൂരം കാണാം, എങ്ങനെ ഓരോ ഡ്രോപ്പ് വീണിട്ടായിരിക്കും അത് ഉണ്ടായിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ബിസിനസിന്റെ ഉള്ളിൽ ഒരുപാട് ലീക്കേജുകൾ ഉണ്ടാവും. അത് ഏറ്റവും കൂടുതൽ ലീക്കേജ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഏരിയകൾ ഉണ്ടാവും. അത് മേ ബി ചിലപ്പോ പ്രൊഡക്ട്സിന്റെ കാര്യത്തിൽ വരാം, അതുപോലെ തന്നെ സ്പേസിൽ വരാം. ഏറ്റവും കൂടുതൽ വരുന്നത് പീപ്പിളിലാണ്. അപ്പൊ ഈ ലീക്കേജ് കറക്റ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ പ്രൊഫഷണലി നമ്മൾ സിസ്റ്റം ചെയ്യണം, അല്ല കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം പല ആൾക്കാരും മാനുവലിയാണ് ബിസിനസ് ചെയ്യുന്നത്. ഈ മാനുവലി ബിസിനസ് ചെയ്യുമ്പോൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, സ്ലോ ആയിട്ട് എത്ര പ്രൊഡക്ട്സ് ഉണ്ട്, റൊട്ടേഷൻ റേഷ്യോ എത്രത്തോളം ഉണ്ട്, കൃത്യമായിട്ട് ഈ പ്രൊഡക്ട്സ് ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, എത്ര പ്രോഫിറ്റ് ഓരോ പ്രൊഡക്ട്സും ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. സോ അതുപോലെ തന്നെ സ്പേസിന്റെ യൂട്ടിലൈസേഷൻ, ഇത്രയും സ്പേസ് ഉണ്ട്, ആ സ്പേസ് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പീപ്പിൾ എത്രത്തോളം, ഓരോരുത്തരും എത്ര പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നുണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് SOP. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട SOP ആണ് HRM എന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതിന്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ടീമിന്റെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുവാനും നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിന് ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ ബിസിനസിന്റെ ഓപ്പറേഷൻസിലും SOP ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഈ ലീക്കേജ് നമുക്ക് ഒഴിവാക്കാൻ. ലീക്കേജ് കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റ് കാണില്ല, ക്യാഷ് ഉണ്ടാവും പക്ഷെ പ്രോഫിറ്റ് ഉണ്ടാവില്ല.